എല്ലാവർക്കും ഹായ്. ഇന്ന് അവതാർ ഫയർ ആൻഡ് ആഷ് കണ്ടു ഐമാക്സിൽ നിന്ന്. അപ്പോൾ അവതാർ 2009, അവതാർ സെക്കൻഡ് പാർട്ടായിട്ടുള്ള വേ ഓഫ് വാട്ടർ, അതിന്റെ മൂന്നാം ഭാഗമായിട്ടുള്ള ഫയർ ആൻഡ് ആഷ്. എല്ലാവരും ലോകം ഒന്ന് അടങ്കം കാത്തിരുന്ന ഏറ്റവും ബ്രഹ്മാണ്ഡ ചിത്രം, ലോകത്തിലെ ഏറ്റവും വലിയ സിനിമ എന്ന് തന്നെ അറിയപ്പെടുന്ന അവതാറിന്റെ മൂന്നാം ഭാഗം കണ്ടു. അപ്പോൾ ഐമാക്സിൽ നിന്ന് തന്നെ കാണാൻ പറ്റി. അതായത് നമ്മുടെ ഈ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളക്കരയിൽ തന്നെ ഏറ്റവും നല്ല ഒരു സീറ്റിംഗ് പൊസിഷനിൽ, ഏറ്റവും ബെസ്റ്റ് തിയേറ്ററിൽ, ഏറ്റവും നല്ല 3D എക്സ്പീരിയൻസിൽ തന്നെ ഞാൻ ഈ സിനിമ കണ്ടു. ട്രിവാൻഡ്രം ഐമാക്സിൽ നിന്നാണ് കണ്ടത്. റിക്ലൈനർ സീറ്റിൽ മിഡിൽ റോയിൽ ഇരുന്ന് 3Dയിലാണ് കണ്ടത്. അതായത് ഈ സിനിമ തരുന്ന ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ അനുഭവിച്ചറിഞ്ഞു. അങ്ങനെ കണ്ടിട്ട് ഞാൻ ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം പറയാം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അവതാറിനെ പറ്റി കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അവതാർ എല്ലാവർക്കും അറിയാവുന്ന സിനിമകളിലൊന്നാണ്. ലോകം മുഴുവൻ എല്ലാത്തരം ജനങ്ങൾക്കും അറിയാവുന്ന ഒരു സാധനമാണ് അവതാർ. അപ്പൊ അവതാറിനെ പറ്റി കൂടുതൽ പരിചയപ്പെടുത്തലുകൾ വേണ്ട. മൂന്നാം ഭാഗം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനതിനെ പോസിറ്റീവ്സ് നെഗറ്റീവ്സുമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പറയാം. ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവതാർ തരുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. അവതാർ എന്തിനു കാണാൻ പോകുന്നു? ഭാഷാ ഭേദം ഇല്ലാതെ നമുക്ക് ആർക്കും, ഏത് തരം മനുഷ്യർക്കും ആ സിനിമ ഒരു വിഷ്വൽ സ്പെക്ടക്കിളാണ്, ഒരു സ്പെക്ടാക്കുലർ മാർവലാണ് എന്ന് തന്നെ പറയാം. അതായത് കണ്ണിനും ചെവിക്കും കുളിർമ തരുന്ന ഒരു പ്രത്യേകതരം ദൃശ്യ അനുഭവമാണ് അവതാർ. അത് ഒരു പടി കൂടെ മുന്നിൽ തന്നെയാണ് ഈ സിനിമയിൽ ഉള്ളത്. അത് കാണേണ്ട പോലെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടാനുള്ള വകയെല്ലാം വിഷ്വലി ആ സാധനത്തിൻ്റെ അകത്തുണ്ട്. കാണാനും കേൾക്കാനും അനുഭവിച്ചറിയാനും കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ്, അത് കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും ഈവൻ വയസ്സായവർക്ക് പോലും തരുന്ന ആ ഒരു ഫീല്, അതൊരു വല്ലാത്തൊരു ഫീല് തന്നെയാണ്. പിന്നെ എല്ലാം വളരെ ലളിതമായ രീതിയിൽ തന്നെയാണ് സിനിമ എടുത്തിരിക്കുന്നത്. അതിന്റെ ഡയലോഗുകളൊക്കെ വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ്. പിന്നെ ഡയലോഗ് അറിയില്ലെങ്കിൽ പോലും കഥ നമുക്ക് മനസ്സിലാവും. ആ രീതിയിൽ തന്നെയാണ് ജെയിംസ് കാമറോൺ ഈ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെ ഇന്നാർക്ക് തന്നെ കാണാം അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഈ സിനിമ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. വിഷ്വലി അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്, ഒരു നമ്മളെ സെൻസുകൾക്കെല്ലാം ഒരു വല്ലാത്തൊരു കുളിർമയാണ്. പിന്നെ ആക്ഷൻ സീനുകൾ തന്നെയാണ് അടുത്ത ഹൈലൈറ്റ്. അറിയാമായിരിക്കും, അത് ഫസ്റ്റിലായാലും സെക്കൻഡിലായാലും അതുപോലെ തന്നെ തേർഡിലും വന്നിട്ടുണ്ട്. സെക്കൻഡിലെ എല്ലാ ആക്ഷൻ സീനും അതിന്റെ ക്ലൈമാക്സിലോട്ട് ഇങ്ങനെ ഒതുക്കിയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത് സിനിമ തുടങ്ങുന്ന മുതൽ തീരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വില്ലന്മാരും നമ്മളെ നാവികൾ, അതായത് നായകന്റെ ഗ്രൂപ്പും വില്ലൻ ഗ്രൂപ്പും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും തട്ടിക്കൊണ്ടുപോക്കും എസ്കേപ്പും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരുപാട് തുടങ്ങുന്ന മുതൽ എൻഡ് വരെ ഉണ്ട്. കണ്ടിന്യൂസ് പോക്ക് തന്നെയാണ്. അപ്പോൾ ഏറ്റവും വലിയ പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. കണ്ടാൽ വലിയ നഷ്ടം തോന്നത്തില്ല. ഇനി ഞാൻ നെഗറ്റീവിലേക്ക് പോകാം. അപ്പോൾ അവതാറിന് എന്താണ് ഇത്ര വലിയ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ, അവതാറിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ഇപ്പോഴും കണ്ട് നമുക്ക് ആ ഒരു പുതുമ തോന്നാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. സെക്കൻഡ് കണ്ടത് തന്നെ വീണ്ടും ഇതിലെ പല രംഗങ്ങളും കണ്ടപ്പോൾ സെക്കൻഡിലെ രംഗങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് കാണുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് പല രംഗങ്ങളിൽ ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് അറിയാമല്ലോ, ഫാദർ, ഫാമിലി, മൈ ഗ്രൂപ്പ്, എൻ്റെ ഗ്രൂപ്പാണ് നാവി ഗ്രൂപ്പ്, മറ്റേ സുള്ളി ഫാമിലി, ഇങ്ങനെയൊക്കെയുള്ള കുറെ ഡയലോഗ്സ് ഉണ്ട്. വി ഫൈറ്റ് ടുഗദർ, ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ഡയലോഗ്സ്, ഇതെല്ലാം വീണ്ടും ഇതിൽ കാണുന്നു. പിന്നെ കുറച്ച് ഇമോഷണൽ സീൻസ്, ഇമോഷണലി ശരിക്കും പക്ക ഡ്രാമ, നമ്മളെ നാട്ടുംപുറത്തെ ഡ്രാമ പോലും വെല്ലുന്ന, സീരിയലിലെ ഡ്രാമ പോലും വെല്ലുന്ന രീതിയിലുള്ള കുറച്ച് ഡ്രാമാറ്റിക് സീൻസ്. പിന്നെ ഈ ബന്ധസ്വന്തങ്ങളെയൊക്കെ ഭയങ്കരമായി കാണിക്കുന്ന സീനുകൾ, ഇതൊക്കെ നമ്മൾ സെക്കൻഡിലൊക്കെ നമ്മൾ ഒരുപാട് മടുപ്പിച്ച ഒരു അവസ്ഥ. സെയിം സംഭവം ഇതിലോട്ട് വന്നിട്ടുണ്ട്. ലെങ്ത് തന്നെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവാണ്. 3 മണിക്കൂർ 17 മിനിറ്റാണ് സിനിമയുടെ റണ്ണിങ് ടൈം. അതിന് മാത്രം കാണിക്കാൻ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് തന്നെ പറയാം. സിനിമയുടെ ഒന്നാം ഭാഗത്തിന്റെ ലെങ്ത് 2 മണിക്കൂർ 40 മിനിറ്റാണ്. ആ ഒരു റണ്ണിങ് ടൈമിൽ ഇത് ഒതുക്കിയിരുന്നെങ്കിൽ വളരെ രസകരമായിട്ട് പിന്നെയും പോകുമായിരുന്നു. പക്ഷെ എന്ത് പറ്റി എന്നറിയില്ല, ഈ ലെങ്ത് സിനിമയെ വല്ലാതെ ബാധിച്ചു. പല ഭാഗത്തും മടുപ്പ് തോന്നുന്നു, നമുക്ക് സ്ക്രീനിൽ നിന്നും ശ്രദ്ധ മാറുന്നു, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ. ആദ്യമായി അവതാർ സിനിമ കാണുന്ന ഒരാൾക്ക്, അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഈ സിനിമ ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പുതുമ നമുക്ക് തോന്നുന്നില്ല. പിന്നെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ, അവതാർ ഇത്രയും ലെങ്ത് ഉള്ള 3 മണിക്കൂറോളം ലെങ്ത് വരുന്ന സിനിമയെ 3 പാർട്ടാക്കി തന്നെ ഇപ്പം മുറിച്ചിരിക്കുകയാണ്. ഇപ്പോഴും കഥ തീർന്നിട്ടില്ല എന്നത് മറ്റൊരു ദുഃഖകരമായ അവസ്ഥയാണ്. സിനിമ ഇനിയും നീളും എന്നുള്ളത്. അതായത് നമ്മൾ വില്ലൻ എന്ന് കാണുന്ന ആള് ഇതിലും ഒരു പൂർണ്ണമായി മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്തൊരവസ്ഥ. സെക്കൻഡിൽ എന്ത് സംഭവിച്ചോ അതുപോലെ തന്നെയാണ് ഇതെവിടെ അവസാനിക്കും എന്നൊരു ചോദ്യമുണ്ട്. ജെയിംസ് കാമറോൺ ഇത്രയും പ്രായമായി
അദ്ദേഹം ഇനിയും ഈ സീരീസ് വെച്ച് തുടർന്നാൽ ഇദ്ദേഹത്തിന് നല്ല കഴിവുള്ള ഡയറക്ടറാണ്, ഇനി മറ്റ് ചില സിനിമകളിലൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും. എന്നിട്ട് അതൊന്നും ചെയ്യാതെ വീണ്ടും വീണ്ടും അവതാറിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇനി ഇതിന്റെ മറ്റൊരു പാർട്ട് വന്നാൽ കണ്ടാൽ നല്ല രീതിയിൽ മടുപ്പ് ഫീൽ ചെയ്യും. എന്നെ പോലെ ഒരാൾക്ക് നല്ല രീതിയിൽ മടുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ ഇനിയും ഇത് വെച്ച് തുടരണോ എന്നൊരു ചോദ്യമുണ്ട്. നല്ല രീതിയിൽ പല രംഗങ്ങളും റെപ്പിറ്റേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് അതിലൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. മൊത്തത്തിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ഒരു സെൻസുകൾക്ക് കുളിർമയേകുന്ന ഒരു വല്ലാത്തൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് അതെനിക്ക് കിട്ടി, സമ്മതിച്ചു. പക്ഷേ ഇനി ഒന്നുകൂടെ ആ സിനിമ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ഞാൻ തയ്യാറല്ല. മാത്രമല്ല എനിക്ക് പല രംഗങ്ങളിലും മടുപ്പ് ഫീൽ ചെയ്തു. അതിന്റെ അമിതമായ റണ്ണിങ് ടൈം വല്ലാത്ത രീതിയിൽ നെഗറ്റിവിറ്റി ബാധിച്ചു. അപ്പോൾ ഇതാണ് എനിക്ക് പ്രത്യേകിച്ച് അവതാറിനെ പറ്റി പറയാനുള്ളത്. കുടുംബസമേതം ധൈര്യമായിട്ട് പോയി കാണാം. കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഒന്നടങ്കം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും അവതാർ എന്ന് പറയുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള നമ്മൾ കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ അവതാർ സീരീസ് ഫോളോ ചെയ്ത് വരുന്നവർക്ക് ഇത് മടുപ്പുളവാക്കുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.